എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. പൂരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന സെപ്റ്റംബർ 2026 എങ്ങനെയാണ് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷന് താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിൽ നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൂരം നക്ഷത്രക്കാരുടെ സെപ്റ്റംബർ 2026. ആദ്യം തന്നെ 10 of Wands, 9 of Cups, 9 of Swords, നെക്സ്റ്റ് വന്നിട്ട് Knight of Swords എനർജി, Queen of Wands എനർജി ആൻഡ് ലാസ്റ്റ് 2 of Swords എനർജി കണക്ഷൻസ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ 10 of Wands ആൻഡ് Queen of Wands എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് മൊത്തം ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറയുന്നത് കർമ്മയാണ്. അപ്പോൾ ജനറലി ഇപ്പോൾ മകം പൂരം മൂത്രം എല്ലാവർക്കും, കാരണം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ നല്ല കർമ്മത്തിനുള്ള ഫലം ലഭിക്കുന്നതാണ്. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്തതായിരിക്കും, പക്ഷെ നിങ്ങളോട് തെറ്റുകൾ ചെയ്തിട്ടുള്ളവർക്ക് അതിൻ്റെ ഫലം കൂടി ലഭിക്കുന്നത് നേരിട്ട് കാണാനുള്ള അവസരവും കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് ഫൈനലി എല്ലാ കാര്യങ്ങളുടെ ഒരു പര്യവസാനം, അതായത് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഭാരങ്ങളൊക്കെ ഇറക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒത്തിരി നാളായിട്ട് ചുമന്നുകൊണ്ട് കിടക്കുന്ന ചില ഭാരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കേണ്ടുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ട്, അത് വേണ്ടെന്ന് വയ്ക്കുന്നതാണ്. കാരണം ഇവിടുത്തെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രായമായിട്ട് നിങ്ങൾ വിവാഹിതരായി കുട്ടികളൊക്കെ ഉള്ളൊരു വ്യക്തിയായിരിക്കാം, പക്ഷേ ഫാമിലി എന്ന് പറയുന്ന അച്ഛനമ്മ സഹോദരങ്ങൾ നമ്മൾ ചില സിനിമകളിലൊക്കെ കാണുന്ന പോലെ, ഇപ്പോൾ പത്തേമാരെയൊക്കെ പോലെ ഉള്ള സിനിമകളിൽ കാണുന്ന പോലെ ഒത്തിരി കുടുംബത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതൊന്നും തന്നെ തിരിച്ചെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന സ്നേഹം അല്ലെങ്കിൽ ഒരു നന്ദി, അല്ലെങ്കിൽ ഇത്രയൊക്കെ നീ ചെയ്തല്ലോ എന്നുള്ളത് ഒരു അപ്രീസിയേഷനോ ഒന്നും തന്നെ ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, നീ എന്താ ഒന്നും ചെയ്യാത്ത, എത്ര ചെയ്താലും ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രം ചൂണ്ടിക്കാണിക്കുന്ന ഒരു രീതി. അത് നിങ്ങൾ കാലാകാലങ്ങളായിട്ട് അനുഭവിച്ചു വരുന്നതാണ്. ഇതൊക്കെ ചെയ്താൽ നിങ്ങളുടെ കടമയാണെന്ന് വെച്ചിട്ട് നിങ്ങളിത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അവരും അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ഇതൊന്നും ഇവിടെ തികയില്ല, അല്ലെങ്കിൽ ഇതെന്താണ്, ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാനാണ് എന്നുള്ള രീതിയിൽ ചിന്തകൾ. അപ്പോൾ ആ ഒരു രീതി നിങ്ങൾ, പക്ഷേ ഇത് ഫാമിലി ആണെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഭാരം ചുമക്കുന്നു. ഫാമിലിയിലുള്ള മറ്റു മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ അവരതൊന്നും ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് എല്ലാം നിങ്ങൾ തന്നെ ചെയ്യുന്നു എന്നുള്ളത്, നിങ്ങളത് സ്ലോലി സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. കാരണം ഇനി നിങ്ങളെക്കൊണ്ട് താങ്ങാൻ പറ്റില്ല. ഇപ്പോൾ രണ്ട് കുടുംബമല്ല, ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ച് എത്ര കുടുംബങ്ങളുടെ കാര്യമാണ് നിങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിനനുസരിച്ചിട്ട്. അപ്പോൾ പക്ഷേ ഇത് ഫാമിലി വാല്യൂസ്, മോറൽസ് എന്നൊക്കെ ചിന്തിച്ച്, പക്ഷേ ഒരു ലെവൽ വരെ അപ്രിസിയേഷൻ കിട്ടാണ്ടാകുമ്പോൾ നമ്മൾ പറയില്ലേ നടുവൊടിഞ്ഞ ആ ഒരു ലെവലിലേക്ക് എത്തുന്ന സിറ്റുവേഷൻ, നിങ്ങൾ ഫൈനലി ഒരു സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനം എടുക്കുകയാണ്. അതിൽ പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും കുറ്റബോധം ഉണ്ടാവും. പക്ഷെ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക. നിങ്ങൾ ചെയ്യേണ്ടതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു, റിലീസ് ചെയ്യേണ്ടുന്ന ടൈമാണിപ്പോൾ. കർമ്മം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ കർമ്മം ഉണ്ട്. ആ കർമ്മം നിങ്ങളുടെ കർമ്മം നിങ്ങൾ ഓൾറെഡി ചെയ്യാവുന്ന ഈ ജന്മത്തോ അടുത്ത ജന്മത്തോ ഒക്കെ ചെയ്യാവുന്നത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു ലാസ്റ്റ് സ്റ്റെപ്പിലാണ്. ഇത് സ്ലോലി ആ ഒരു ബേർഡൻ കളയാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന്. അപ്പോൾ ലെറ്റ് ഗോ ചെയ്യുന്നൊരു സമയമാണ് എല്ലാ അർത്ഥത്തിലും പറയുകയാണെങ്കിൽ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾ സ്ലോലി പറയുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഒരു സമയം കഴിഞ്ഞാൽ അത് ഒരു ഉത്തരവാദിത്വമൊന്നുമല്ല, നിങ്ങൾക്ക് കടമയുമല്ല. കാരണം നിങ്ങൾ ചെയ്യേണ്ടതൊക്കെ ഓൾറെഡി ചെയ്തു, മറ്റുള്ളവരുടെ കടമയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊരു സിറ്റുവേഷൻ. അപ്പോൾ എന്തായാലും അതിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ വരുന്ന സമയമാണ്. ഒത്തിരി മാറ്റം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എക്സ്റ്റെൻഡഡ് ഫാമിലി, അച്ഛനമ്മ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അനാവശ്യമാണ്, അതൊക്കെ നിർത്തലാക്കുന്നു. മാത്രമല്ല നിങ്ങളുടെ ഫാമിലി, നിങ്ങളിപ്പോൾ ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം, പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടം ആ ഒരു ജോലി ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾ പതുക്കെ ഫാമിലി, നിങ്ങൾ ചിലപ്പോൾ മുതിർന്ന കുട്ടികളൊക്കെ ആയി ജോലിയൊക്കെ ആയി തുടങ്ങുകയാണെങ്കിൽ ഫാമിലിയിൽ അങ്ങനെ വലിയൊരു ഏർണിങ്ങിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ അത്യാവശ്യം സേവിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരു ഫീൽഡിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ പാഷൻ എന്ന് പറയുന്നത് പാട്ട് പാടുന്ന, നൃത്തം ചെയ്യുന്ന, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, പെയിൻറ്റിങ് ആയിരിക്കാം. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കാം. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഇപ്പോൾ 9 to 5 ജോബ് നിർത്തി നിങ്ങൾ മറ്റെന്തെങ്കിലും കാര്യത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ചില ആളുകൾ സൈഡായിട്ട് ഓൾറെഡി തുടങ്ങുന്നുണ്ട്. അത് സക്സസ്ഫുൾ ആകുമ്പോൾ നിങ്ങൾ മറ്റൊരു ഇതിലേക്ക് കയറുന്ന ഒരു സിറ്റുവേഷൻ. അതായത്
ജോലിയിൽ നിന്ന് മാറി ഇപ്പോൾ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത്, ക്രിയേറ്റീവായിട്ടുള്ള, പാഷനേറ്റ് ആയിട്ടുള്ള, കലാപരമായിട്ടുള്ള, സ്പോർട്സ് റിലേറ്റഡ് ആയിരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ ഇറങ്ങുന്ന ഒരു സമയമാണ്. അതേപോലെ 9 ഓഫ് കപ്സ് ആൻഡ് നൈറ്റ് ഓഫ് സോർട്സ് എനർജിയാണ്. അപ്പോൾ ഈ പറഞ്ഞ സിറ്റുവേഷൻസ് നമ്മൾ പറഞ്ഞു, നിങ്ങളെ മനസ്സിലാക്കാതെ അപ്രീഷിയേറ്റ് ചെയ്യാത്ത ആളുകളുടെ ഇടയിൽ നിങ്ങൾ മാറുമ്പോൾ, അവരെ റിലീസ് ചെയ്യുമ്പോൾ, ആ കർമ്മങ്ങൾ റിലീസ് ചെയ്യുമ്പോൾ പുതിയ ബന്ധങ്ങൾ വരികയാണ്. അതായത് നിങ്ങൾ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന ബന്ധങ്ങൾ ടോക്സിക് ആയിരുന്നു, ഇമോഷണൽ മാനിപ്പുലേഷനൊക്കെ ഉണ്ടായിരുന്ന ചുറ്റുപാടിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഫാമിലി ഉണ്ടല്ലോ, ഒരു പോസിറ്റീവ് ഫാമിലി, ഒരു 9 ഓഫ് കപ്സ് എനർജി സിറ്റുവേഷൻ, നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന, നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും പ്രാധാന്യം കൊടുക്കുന്ന, നിങ്ങൾ ഇത്രയും നന്നായിട്ട് അത് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ കഴിവുകളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു എനർജി, നിങ്ങളുടെ ചുറ്റിനുമുള്ള ആളുകൾ ആ ഒരു രീതിയിലൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതുവരെ ഈ നെഗറ്റീവ് ആളുകളൊക്കെ പൊതിഞ്ഞ് പിടിച്ചേക്കുമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് മൊത്തം നെഗറ്റിവിറ്റിയാണ്. ഈ നെഗറ്റീവായിട്ടുള്ള ആളുകളെയൊക്കെ അകറ്റി നിർത്തുമ്പോൾ നിങ്ങൾ പതുക്കെ പോസിറ്റിവിറ്റി അക്സെപ്റ്റ് ചെയ്യണം. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ പോസിറ്റിവിറ്റി ആയിട്ടുള്ള ആളുകൾ നിങ്ങളേക്ക് അട്രാക്റ്റഡ് ആവുന്നത്. അങ്ങനെയുള്ള ആളുകൾ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ലൈഫ് വളരെ സുന്ദരം. നിങ്ങൾ കുറച്ച് അപ്രീസിയേഷൻ എന്താണ്, ഗ്രാറ്റിറ്റ്യൂഡ് എന്താണ്, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുകയാണ് ശരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഫീലിങ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആളുകൾ പറയുമോ എന്നുള്ളൊരു ചിന്തയാണ്. കാരണം നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും നിങ്ങൾ കേട്ടിട്ടില്ലാത്ത കാര്യമായിരിക്കാം. ഇതൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ സെപ്റ്റംബർ മാസം കൊണ്ട് പറയുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ ഒത്തിരി ഹാപ്പിയാണെന്നുള്ളതാണ്. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, നിങ്ങൾക്ക് സന്തോഷം തരികയും ചെയ്യുന്ന ഒരു എനർജിയാണ് ഇത് എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അത് ഒത്തിരി പോസിറ്റിവിറ്റി. പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ജോലി സംബന്ധമായിട്ട് നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ജോലി, അതായത് ശമ്പളത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യാതെ നിങ്ങൾക്ക് ജോലി ആസ്വദിച്ച് ചെയ്യുന്ന ജോലിയിലേക്ക് വരികയും അതിൽ നിന്ന് ധനസമ്പാദനത്തിനുള്ള മാർഗ്ഗം ഉണ്ടാവുകയും ചെയ്യുന്നതിൻ്റെ ഒരു സന്തോഷം കൂടി നിങ്ങൾ അനുഭവിക്കുന്ന സിറ്റുവേഷനുണ്ട്. അതേപോലെ 9 ഓഫ് കപ്സ് ആൻഡ് 2 ഓഫ് സോർട്സ് എനർജിയാണ്. ഇവിടെ തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട തീരുമാനം എടുക്കേണ്ട സിറ്റുവേഷൻ കൺഫ്യൂഷനാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളായിരിക്കും റിലീസ് ചെയ്യാനുള്ളത്, അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങളെ സംബന്ധിച്ച് പറയുന്ന പോലെ ആയിരിക്കില്ല, ആ തീരുമാനമായിരിക്കാം. അല്ലാത്ത പക്ഷം മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം വേറെയും തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ ഉണ്ട്. ഇവിടെ ഒരു മാരേജ് സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ മാരീഡ് അല്ലാത്തവരാണ് എങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളൊരു വിവാഹത്തിലേക്ക് പോകുന്നുണ്ട്. കാരണം ഇതൊരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫ്, നിങ്ങളൊരു പ്രായമായിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഓൾറെഡി നിങ്ങൾ ഇത്രയും പ്രായമായി വിവാഹം, കാരണം നിങ്ങളൊരു വ്യക്തിയെ ചിലപ്പോൾ പ്രണയിക്കുന്നുണ്ടാവാം. അപ്പോൾ ആ പ്രണയം നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾക്ക് ബ്രദറോ സിസ്റ്ററോ അങ്ങനെ ആരെങ്കിലും ഉണ്ടാവും. ഫാമിലി ഇപ്പോഴും ഓൾഡ് ഫാഷൻഡ് ആയിരിക്കാം. അപ്പോൾ അവരുടെ വിവാഹം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഡിസൈഡ് ചെയ്യുന്നത് ഇപ്പോഴും അവരായിരിക്കാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെ നിങ്ങളുടെ ലൈഫ് എങ്ങനെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയുടെ ലൈഫിലും അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലും അവർക്ക് മാരേജിന് ഫോഴ്സ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ സെറ്റിൽ ആവുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫ് ഡിസൈഡ് ചെയ്യാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഫാമിലി ഭയങ്കര ആവശ്യത്തിൽ കൂടുതൽ ഇടപെടുന്ന ഒരു സിറ്റുവേഷൻ ആവാം. അപ്പോൾ അത് അങ്ങനെയുള്ള തീരുമാനമെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാവാം, വിവാഹം, പ്രണയം ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും. അല്ലാതെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ജോലി സിറ്റുവേഷൻസോ അല്ലെങ്കിൽ മറ്റിതുപോലെയുള്ള നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങളോ ആവാം. പിന്നെ ഈ തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ഒന്ന് നിങ്ങൾ ഇമോഷണൽ ആവുന്നത് കൊണ്ടാണ് ഇത് വരുന്നത്. നിങ്ങളുടെ നിങ്ങളുടെ ഇമോഷൻസ് ആയിരിക്കണം അത്, നിങ്ങളുടെ മറ്റുള്ളവർ നിങ്ങളിൽ ചാർത്തി തന്നതാവരുത്. അപ്പോൾ അതിനനുസരിച്ച് ചിന്തിക്കാം. അല്ല, ബാക്കി പ്രാക്ടിക്കലായിട്ട് കൂടി ചിന്തിച്ചിട്ട് പോയാൽ വ്യക്തമായിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് എത്താൻ എളുപ്പമാണ്. 8 ഓഫ് സോർട്സ് ആൻഡ് ക്യൂൻ ഓഫ് വോൺസ് എനർജിയാണ്. അപ്പോൾ ഓവറായിട്ട് തിങ്ക് ചെയ്ത് ആലോചിക്കുകയല്ല നിങ്ങൾ ചെയ്യുന്നത്, മറിച്ച് ഓവർ തിങ്കിങ് ആണ്, അത് മാറ്റി വയ്ക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രായമായി എന്ന് വിചാരിച്ചിട്ടുള്ള തടങ്ങിക്കൂടി ചുരുണ്ടുകൂടി ഇരിക്കുന്നതല്ല, മറിച്ച് ഇപ്പോൾ ഇനി ഈ പ്രായമായി, ഓക്കെ, പക്ഷേ ഈ പ്രായത്തിൽ ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെ ആക്റ്റീവായിട്ടിരിക്കാം. ആക്റ്റീവ് മാത്രമല്ല, ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, ചിലപ്പോൾ പെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും സ്ഥിരമായിട്ട് മാസത്തിലൊരു തുക കിട്ടുക എന്നുള്ള രീതിയിലേക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. പിന്നെ പ്രായമായിട്ട് ഫേമസ് ആവുന്നതായിരിക്കും ചില ആളുകളുടെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഓരോരുത്തരും ഫേമസ് ആവാൻ ഒരു കാലവും സമയവും ഉണ്ടാവും. നിങ്ങൾ ഫേമസ് ആവുന്നത് ഈ ഒരു പ്രായത്തിലോ കാലത്തിലോ ആണ് എന്നുള്ളത്, പക്ഷേ അപ്പോഴും ആ ഒരു സന്തോഷം ഫീൽ ചെയ്യുന്ന, തൃപ്തി ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വീട്ടമ്മമാരെ സംബന്ധിച്ചും പോസിറ്റീവ് എനർജിയാണ്. ഇതുപോലെ തന്നെ ഫെയിം ആൻഡ് എനർജി, അതായത് വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരുന്ന ഇതിൽ നിന്ന് ഫെയിമാണ്, പേരും പ്രശസ്തിയും ലഭിക്കുന്നുണ്ട്. സിനിമാ മോഹം മനസ്സിലുണ്ട്, എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒക്കെ
ഇനി ഉണ്ടായിട്ടില്ല എങ്കിൽ കൂടി സിനിമയിലേക്ക് ഒരു ചാൻസ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.